എടാ പണിയെടുക്കാൻ വന്നാൽ പണിയെടുക്കണം, അല്ലാതെ പണിയെടുക്കുന്ന പോലെ അഭിനയിച്ച് നാട്ടുകാരെ കാണിക്കല്ല വേണ്ടത്. അല്ലാണ്ട് ഒരു മറ്റേ പണി എടുത്തിട്ടേ പേരുണ്ടാക്കുന്ന പരിപാടി നിർത്തും. ചേട്ടാ എൻ്റെ 4ാമത്തെ പാടമാണ്. എൻ്റെ പൊന്നു മക്കളെ ഇതിൽ കൂടുതൽ തരാൻ ഒരു വകുപ്പുമില്ല. ഓ എടാ ഈ ജയരാജിൻ്റെ അത്രയും പണിയൊന്നും നിനക്കില്ലല്ലോ, ഉണ്ടോ? പുള്ളിക്ക് പഴയ കാശ് തന്നെ കൊടുക്കുന്നത്. അപ്പോഴാ ഒന്ന് പോയേ ഇതെന്ത് കഷ്ടമാണ് ദേടാ ആ അവിനാശനോട്. ചേട്ടാ അവന് എത്ര കൊടുക്കണേ? അവൻ്റെ ഫസ്റ്റ് പടമല്ലേ, 5000. അത് കുഴപ്പമില്ല, ഇപ്പൊ ഒരു സമാധാനമായി. എന്നാ ഞങ്ങൾ പോട്ടെ, കുറച്ച് പാക്കിംഗ് ബാക്കിയുണ്ട്. ഓ നീ ചോദിക്കി. എടാ അവിനാശ്, നീ ഇറങ്ങുവാണോ? പിന്നീട് പെറ്റെടുക്കാൻ പറ്റുമോ? അല്ലടാ ഞങ്ങൾ ഇറങ്ങുവാണ്, നീയും വരുന്നുണ്ടോ എന്ന് അറിയാൻ ചോദിച്ചാ. അതിന് നീ എന്തിനാ ഇങ്ങനെ ഇടന്ന് ചൂടാവുന്നേ? വന്നപ്പോഴും മര്യാദ അവനോട് ഞാൻ പറഞ്ഞ ഇത്ര ആത്മാർത്ഥ കാണിക്കണ്ടാണ്. എടാ ജയനാളത്ര ശരിയൊന്നുമല്ല, അയാൾക്ക് തല നിറച്ച് കോംപ്ലക്സ് ആണ്. ഒരാൾ നന്നാവണ കണ്ടുകൂടാ, അതല്ല ഞങ്ങൾ മാറി കിടക്കണം. മതി നിർത്ത്. ഞാനും പുള്ളി തമ്മിൽ പല പ്രശ്നം ഉണ്ടാവും, അതിന്റെ ഇടയ്ക്കടി ഉണ്ടാക്കാൻ വരരുതിട്ടാ. നിന്നെ പോലെ ഇവിടെ അരി വെച്ച് പണിയെടുക്കാൻ ഞാൻ ആലോചിക്കുന്നില്ല. ഞാൻ പണിയെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് തീർത്തു പോകാൻ എനിക്കറിയാം. ഇന്നലത്തെ തുടങ്ങിയാണ് നീ അവനും കൂടി കൊണാന്ന്. ഇനി ഇമ്മാരുടെ ഡയലോഗിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, സീനിയർ ആണെന്ന് നോക്കത്തില്ല, ഇടിച്ച് മുക്കിയാൻ പൊളിക്കും. പോടാ. നമ്മൾ തെറ്റുവരെ. ചേട്ടാ പേയ്മെന്റ് വല്ലതും ഉണ്ടോ? ഉണ്ട്. എത്രയാണ്? 25,000. ആദ്യത്തെ പടത്തിൽ ഇത്രയൊക്കെ കിട്ടും? ആ സാഹചര്യം പോലെ ഇരിക്കും. ആ സാഹചര്യം പോലെ ഇരിക്കുമെന്ന് മൊത്തം ഉണ്ട്. ഓക്കെ എന്നാ ബൈ. സകൃതകൃതരായ നാട്ടുകാരെ, അങ്ങനെ ഏറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ DIGയുടെ നേതൃത്വത്തിൽ ഇഡ്ഡലി സാമ്പാർ ഞങ്ങൾ ഇവിടെ വിജയകരമായി ഉണ്ടാക്കിയിരിക്കുകയാണ്. കഴിക്കാൻ ആഗ്രഹമുള്ളവർ ഉടൻ തന്നെ ഈ ഹാളിൽ എത്തിച്ചേരണമെന്ന് ഞാൻ വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അവസാനം തീർന്നു പോയെന്ന് പരാതി പറയരുത്. വേഗം പാടാ, വിശന്നിട്ട് വയ്യ മനുഷ്യന്. നല്ല മണം. ഞാൻ ഉണ്ടാക്കിയതാ. നീ പേടിക്കണ്ട, ആകെപ്പാടെ 2 വെണ്ടക്കായിരിക്കും, അതിനാണ്. വെണ്ടക്കില്ലാത്ത സാമ്പാറിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല സാർ. കൂടുതൽ ചിന്തിക്കണ്ട, മുണിക്കോ. വേണ്ടെന്ന് പറഞ്ഞ വേണ്ട. ഇപ്പൊ എത്ര ദിവസമായി എപ്പൊ നോക്കിയാലും ഒരു ഉപ്പുമാവ്. എനിക്ക് വേണ്ട, ഞാൻ പുറത്ത് ഇവിടെ നിന്ന് കഴിക്കാനല്ലേ? ഇവിടെ അങ്ങനെ കാര്യം. നല്ല ചൂട് ഇഡ്ഡലി സാമ്പാറും സൂപ്പറാ. 1 2 കഴിച്ചോ. സ്പൂൺ. സാമ്പാർ ഒഴിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ സ്പൂൺ? അതല്ല, എനിക്കിത് കഴിക്കണമെങ്കിൽ സ്പൂൺ വേണം. അയ്യേ, ഇഡ്ഡലി ആരെങ്കിലും സ്പൂൺ വെച്ച് കഴിക്കൂ? ഇഡ്ഡലി ഇങ്ങനെ സാമ്പാറിൽ ഞെരടി ഇങ്ങനെ കഴിക്കണം. അയ്യേന്നാ, ഞാൻ ചെറുപ്പം തൊട്ട് വീട്ടിൽ ഇഡ്ഡലി സ്പൂൺ വെച്ചാ കഴിക്കണേ. അങ്ങനെ ഞങ്ങളെ എങ്ങനെയാ ശീലിപ്പിച്ചിരിക്കണേ? സ്പൂൺ താ മോളെ. ഓരോ ഫുഡ് കഴിക്കുന്നതിനും ഓരോ രീതിയുണ്ട്. ഫ്രൈഡ് റൈസ് നമ്മൾ സ്പൂൺ വെച്ചിട്ടാ കഴിക്കാം. ഓരോ ഫുഡിന്റെയും കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം മോളെ, റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അതിപ്പോ ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ദിവ്യ സ്പൂൺ വെച്ച് കഴിച്ചോ, ഞാൻ എടുത്തിട്ട്. നോ സാംബോ, യു ആർ റോങ്. ഇപ്പം നൈഫും ഫോർക്കും സ്പൂണും ഇല്ലാതെ ഭക്ഷണം തൊടുക പോലും ചെയ്യാതെ സായിപ്പന്മാർ വരെ ബർഗർ കഴിക്കുന്ന എങ്ങനെ? ഇങ്ങനല്ലേ? അതെന്താണ് ബർഗർ കഴിക്കണം? അങ്ങനെയാണ്. ദാറ്റ്സ് കോൾഡ് ബർഗർ കൾച്ചർ. വാട്ട് എ പോയിന്റ് DIG. ഭാര്യ തരണം, അത് നമ്മുടെ കൾച്ചറിലുള്ളതാണ്. എടാ പണിയെടുക്കാൻ വന്നാൽ പണിയെടുക്കണം. സന്ദീപ്, എന്താട്ടാ? ഞാൻ എത്ര നേരമായിട്ട് ഓർഡർ ചെയ്തിട്ട്? അയ്യാണ് ഓർഡർ ചെയ്താ? സാൻഡ്വിച്ച് അല്ലേ? ഇപ്പൊ കൊണ്ടുവരാട്ടാ. സോറി ടാ. തുള്ളി അല്ലെങ്കിൽ വേണ്ട, ഇനി അതെന്താന്ന് ചോദിച്ചു വെറുപ്പിക്കും. നല്ല വിശപ്പുണ്ടല്ലേ? കഴിച്ചോട്ടാ.
എടാ സന്ദീപ് നീ വന്നടാ. എന്താടാ ഇതെന്താടാ? സാൻഡ്വിച്ച്? എന്ത് സാൻഡ്വിച്ച്? വെജ് സാൻഡ്വിച്ച് അല്ല ചേട്ടൻ ഓർഡർ ചെയ്തത്. എന്നിട്ട് നീ എന്താണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്? വെജ് സാൻഡ്വിച്ച്. എടാ ഇത് ചിക്കനാടാ. ചിക്കനാണ് ചേട്ടൻ്റെ ബാക്കിയോട്ടാ. ഞാനൊക്കെ പായസം കുടിച്ച് അണ്ടിപ്പരിപ്പ് പോലും കിട്ടാറില്ല. അതെ, ആരോട് പറയണ്ട, കഴിച്ചു കഴിച്ചോ. എടാ നിനക്ക് തോന്നുന്ന കഴിക്കാനാടാ ഞാൻ വന്നിരിക്കുന്നത്. എന്താ ഡാവി? നിനക്ക് തോന്നുന്ന ആൾക്കാരെ കഴിപ്പിക്കാനാണ് നിങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നത്. നിങ്ങളാ? നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണത്? എന്താടാ സന്ദീപേ? ഞാനൊരു വെജ് സാൻഡ്വിച്ച് ആണ് ഓർഡർ ചെയ്തത്. എന്നിട്ട് കൊണ്ടുവന്ന ചിക്കനാണ്. അത് പറഞ്ഞപ്പോ ഇവൻ അതിനിപ്പോ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ മാറ്റി കൊണ്ടുതരാം. മാറ്റി തരാൻ ചേട്ടാ. എനിക്ക് നിങ്ങളുടെ ഒരു മറ്റതും വേണ്ട. അവിനാശ് ചേട്ടാ, അവി നിക്കടാ. എന്താ സന്ദീപ് ഇതൊക്കെ? എനിക്കറിയാൻ പാടില്ല. സത്യമായിട്ട് എടാ സാം എന്താടാ അപ്പുറത്തെങ്ങനെ പോയിട്ടാ? ഞങ്ങൾ സംസാരിക്കണൂടെ? അതിന്റെ ഇടയിൽ കൂടെ വന്നിരിക്കണം. എടാ ഞാൻ സിനിമ കാണാണ്ടൂടെ? നമുക്ക് അപ്പത്താൻ പോയി സംസാരിച്ചൂടെ? നോക്കട്ടെ ഏതാ ഒരു സിനിമ? അയ്യോ ചക്ര ഇന്ത്യ. ഇവ ശരിയാക്കി തരാം. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഇന്ത്യൻ ടീം ഫൈനലിലെത്തി അവിടെ ഓസ്ട്രേലിയൻ ടീമിനെ പെനാൽറ്റി ഷൂട്ടുകൊണ്ട് തോപ്പിക്കും. എടുത്തണ്ടി യെസ് കുറെ നാളായാലും തുടങ്ങിയിട്ട്. യെസ് ഞാൻ ശരിയാണ് ഇപ്പൊ സിനിമ കണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. യെസ് പക്ഷെ എനിക്കൊരു വ്യത്യാസമുണ്ട്. എനിക്ക് ഇതിനേക്കാൾ വിവരമുണ്ട്. എടാ അങ്ങനെ ഒരു ഗുണമില്ലാത്ത കാര്യങ്ങളുടെ വിക്കിപീഡിയ ആവാൻ എനിക്ക് താല്പര്യമില്ലടാ. എന്റെ ലക്ഷ്യം സിനിമയാണ്. അതിനെപ്പറ്റി എനിക്ക് അത്യാവശ്യം വിവരമുണ്ട്. അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്നാ പറ, നീ വലിയ സിനിമാക്കാരനല്ലേ? യെസ്. ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ ഏതാ? അത് പോട്ടെ, നാഷണൽ അവാർഡ് കൊടുത്ത വർഷം ഏതാണ് ആദ്യമായിട്ട്? 1954. ലോ ബീഗാ ജമീൻ. ഇത് പറ, നാഷണൽ അവാർഡ് കിട്ടിയ ആദ്യത്തെ മലയാള സിനിമ നടി ആരാണെന്നറിയോ? നല്ല 1968 തുലാഭാരം എന്ന സിനിമയിലെ അഭിനയത്തിന് ശാരദാമ്മയ്ക്കാണ് ആദ്യത്തെ അവാർഡ് കിട്ടിയത്. ഏതൊരമ്മയ്ക്കാണെന്ന് അറിയായിരുന്നു. അവനൊരു വലിയ സിനിമാക്കാരൻ വന്നേക്കുന്നു. എടാ പോട്ടെ, പ്രേം നസീർ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? അറിയില്ല. അതെ, എല്ലാവർക്കും ഞാൻ ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വാ കഴിക്കാം. വേണ്ട, ആദ്യം ഇവിടെ പറഞ്ഞ ശ്രദ്ധിക്കും. പ്രേം നസീർ 720 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം പോട്ടെ, മാച്ച നീ വല്ല എഴുത്തുകാരനല്ലേ? MT വാസുദേവൻ നായർക്ക് തിരക്കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ ആദ്യത്തെ സിനിമ ഏത്? ലക്കി കുറച്ചാൾ മുമ്പ് വരെ MT ആരാ തകഴി ആരാന്ന് വേർതിരിച്ചറിയാത്തവനാണ്. അതൊക്കെ പണ്ട് എനിക്കിപ്പോൾ അതൊക്കെ അറിയാം. ഓളവും തീരവും 1970. മതി കളിയാ. നീ ഇനി സസ്പെൻസ് വിളിക്കുന്ന നിർത്തോ? സ്റ്റോപ്പ്. ഒരു കുന്തം അറിഞ്ഞൂടെ കൊടുക്കത്താകും. നിനക്കൊല്ലം അറിയാണ്ടോ? എനിക്കൊന്നും അറിയാനുമില്ല പറയാനുമില്ല. നേരത്തെ പറഞ്ഞോണ്ടിരുന്ന കാര്യമൊക്കെ മറന്നുപോയി. കുന്തം. ഞാൻ പോവാ. ഇതേ അവള് കഴിക്കാൻ കൊണ്ടാവും. കഴിക്കാം കഴിക്കാം. ചൈനീസ്. ഇതെന്താ പാമ്പിനെ തല്ലിക്കൊല്ലാനാ? അങ്ങനെയല്ല, തിരിച്ചു പിടിക്കും. അതെ, ഇത് ചൈനീസ് ഫുഡാ. ഇത് കൈ കൊണ്ട് കഴിച്ചാ പോരത്? എന്താ ഇത് DIG? ഇതെന്താ ഇഡ്ഡലിയാണോ കൈ കൊണ്ട് കഴിക്കാനായിട്ട്? ഇതേ ചൈനീസ് ഫുഡാണ്. ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ടാണ് കഴിക്കാനായിട്ട്. ഓരോന്നിനും അതിൻ്റെതായ രീതിയില്ലേ? ചൈനീസ് സംസ്കാരത്തെ നമ്മൾ മാനിക്കണ്ടേ? മാനിക്കാം. അതാണ് ഇത് വെച്ചിട്ടാണ് കഴിക്കാനായിട്ട്. ഇത് ഇങ്ങനെ എടുത്തിട്ട് അടിപൊളി. ഇത് വെച്ചെങ്ങനെ കഴിക്കുക? ഇങ്ങനെയാണോ? യമ്മി. ആരാണ്? ഓ യമ്മി. നേരം പോക്കണം. ഓട്ടോ കാശ് എന്നാ മതി. വാ കയറിക്കോ. എവിടാന്ന് വെച്ചാൽ ഇറക്കാം. മൂഡ് ശരിയല്ലേ? ചെറുതായിട്ട്. എന്താ കാര്യം? എന്നോട് പറയാൻ പറ്റുന്നാണോ? അല്ല, ഭയങ്കര ചൂടിലാണല്ലോ. മൂഡ് ശരിയല്ല പ്രമിത, അതാണ്. അതിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. പ്രമിത താനൊരു സെലിബ്രിറ്റിയാണ്. എന്നെ പോലെ ഒരാളേക്ക് ഇങ്ങനെ വഴിയിൽ നിന്ന് പിക്ക് ചെയ്തോണ്ട് വേണ്ടെങ്കിൽ ആളുകൾ പലതും പറയും. വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത റൂമറുകൾ ഉണ്ടാക്കുന്നത്? അതാണോ കാര്യം? എടോ, അങ്ങനെ ഒരു റൂമർ ആരെങ്കിലും പറയുവാണെങ്കിൽ ഞാനത് സഹിച്ചോളാം. പോരെ? എടോ, തനിക്കത് പറ്റും. തന്നെ പോലുള്ള ആളുകൾക്ക് ഇതൊക്കെ ഡെയിലി നടക്കുന്ന ഒരു ഗോസിപ്പ് മാത്രമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനല്ല. അവിനാഷ്, ഞാനും ഒരു സാധാരണ മനുഷ്യനാണ്. എടോ, തനിക്ക് തന്നെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ചുറ്റും. Well, I don't care. But I do. എടോ, എനിക്കിതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. എടോ, ഞാൻ വെറും സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്.
ഇൻസൾട്ട്, പെയിൻ, ഇൻജസ്റ്റിസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ ദേഷ്യവും സങ്കടമൊക്കെ വരുന്ന ഒരു സാധാരണ മനുഷ്യൻ. ഞാനിപ്പോ എന്ത് ചെയ്തെന്നാണ് അവിനാശ് പറയുന്നത്? അവിടെ എത്രയും പേരുടെ മുമ്പിൽ ചെന്ന് ഇൻസൾട്ട് ചെയ്തപ്പോ ഒരാള് വന്നില്ലല്ലോ രക്ഷണം പറയാനായിട്ട്. എന്റെ തെറ്റാണോ? എന്റെ തെറ്റാണ്, എനിക്ക് സമ്മതിച്ചു കൊടുക്കാൻ ഒരു കുഴപ്പമില്ല. ചെയ്യാത്ത എന്നൊക്കെ ചീത്താക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. എനിക്ക് അപ്പോഴേ തോന്നി ഇതാണ് കാര്യം. അവിനാശ്, ഇതൊക്കെ സിനിമാ സെറ്റില് സർവ്വസാധാരണാണ്. സി, ഈ ലൈഫ് എന്ന് പറയുന്നത് തൊലി എല്ലാവർക്കും ഉള്ളതാണ്. എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ മുടിഞ്ഞ ഉപദേശം. വണ്ടി എടുത്ത്, അല്ലെങ്കിൽ അവിടെ നിർത്തി ചാടും. വണ്ടി എടുത്ത്. വേണ്ട നിർത്താം ചേട്ടാ, വണ്ടി ഒന്ന്. അച്ഛനെ മൂട്ടിൽ തീ പിടിച്ചിരിക്കുന്നത് അവളുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. നടപടിയാവില്ല. എന്താ DAG കഴിക്കാത്തെ? അതിന് അവന് ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കാറില്ല. ആണോ? നിനക്ക് പിന്നെ ഒരുപാട് കഴിക്കാൻ അറിയാം. ഞാൻ കഴിക്കുന്നത് കണ്ടില്ലേ? അത് കണ്ട് പകുതി പുറത്താണല്ലോ. നേരത്തെ ഇത് മൂക്കിനകത്ത് കുത്തിക്കാറാൻ പോയത് കണ്ടാ? ഈ കമ്പ് മൂക്കിന്റെ അകത്ത് കുത്തിക്കാറാനൊന്നും പോയിട്ടില്ലേ? സാം എവിടെ? എടാ സാമ, നീ കുറെ നേരമല്ല അങ്ങോട്ട് പോയിട്ട് വരുന്നില്ലേ? വരുവാടാ. കഴി കണ്ടോ, കോമഡി ആയിരിക്കും. സാം കഴിക്കണുണ്ടല്ലോ. അങ്ങനെ വരാൻ വഴിയില്ല. എടാ, നീ ഇപ്പൊ അടുക്കളയിൽ പോയി ഗൂഗിൾ നോക്കി പഠിച്ചാലോ? പിന്നെ ആൾക്കാർ ഭക്ഷണം കഴിക്കാനായി ഗൂഗിൾ നോക്കിയിട്ടല്ലേ പഠിക്കണം. ഇതെങ്ങനെ കഴിക്കൊന്ന് പഠിപ്പിച്ചാടാ. ഇത് സിമ്പിളാടി. ഇത് എഴുതണ്ടോ? ഇത് മേളിൽ ഇങ്ങനെ ചേർത്ത് വെക്കാം. ഈ 3 വിരൽ ഇങ്ങനെ വരും ഇതിനിടയിലായിട്ട്. ഈ നടുവിലത്തെ വിരൽ ഈ സ്റ്റിക്കിനിടയിലായിട്ട് നിൽക്കും. ഓക്കെ, ഇത് പിന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്യണം. ഇതുപോലെ ഇങ്ങനെ ഫുഡിലേക്ക് വെക്കുക, ഇങ്ങനെ പ്രസ് ചെയ്യുക, ഇങ്ങനെ എടുക്കുക, സാവധാനം കഴിക്കുക. കൈ വേദനിക്കുന്നടി, കുറച്ച് വെള്ളമെങ്കിലും കുടിച്ചോട്ടെ. സാമിനോട് ചോദിച്ചു പഠിക്കും. വേണ്ട, ഇത് ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചോളാം. 3 പേരല്ലേ? അതൊക്കെ സിമ്പിളാണ്, എനിക്കത്. നന്ദിയിട്ടാ. ഇനിയുണ്ടോ ഇതുള്ള ആചാരങ്ങളൊക്കെ? നീ എന്താ പറയണ്ടു പോയേ? ഒന്നുമില്ല. വാ. എന്താടാ തിരിച്ചു വിളിച്ച ബുദ്ധിമുട്ടായോ? ഇരിക്കും. അല്ല, ചേട്ടൻ എന്താ വിളിച്ചത്? ഇല്ല, അത് വേറൊന്നും അല്ലടാ. മറ്റന്നാൾ നമ്മൾ ഡബിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഇരിക്കടാ. അപ്പോൾ ഈ ഡബിങ്ങിനുള്ള സാധനങ്ങളൊക്കെ നീ ഒന്ന് ചാർട്ട് ചെയ്ത് തരണം. കുറച്ച് നേരത്തെ പണിയുള്ളൂ. ഞാൻ കൂടെ ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് നീ പോയിക്കോ. ഓക്കെ. പിന്നെ മറ്റന്മാരാണെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും, അതുകൊണ്ടാണ്. തുടങ്ങി വന്ന എന്താടാ, ഒരു ഇതായില്ലേ? ജീവന്റെ മാത്രമേ ഇനി. അത് ചാർട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ബാക്കിയൊക്കെ കഴിഞ്ഞോ? ബാക്കിയെല്ലാം കഴിഞ്ഞു. എന്നാ നീ വിട്ടോ. ഓക്കെ. ബാക്കി ഞാൻ നോക്കിക്കോളാം. അവി ഒന്ന് നിന്ന്. നീ മറ്റന്നാൾ ഡബിനുണ്ടാവില്ലേ? എടാ, ഈ ജോലിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ദേഷ്യത്തിലും ഒക്കെ ബോധമില്ലാതെ വായിന്ന് എന്തെങ്കിലുമൊക്കെ വന്നു പോകും. അപ്പോൾ അത് നിന്റെ തെറ്റല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ എന്നാലും ഈ ജോലിയുടെ പാർട്ടായിട്ട് അതിങ്ങനെ വന്നു പോകുന്നതാണ്. നീ ഒന്ന് ക്ഷമിക്കേ. അതല്ല ഏട്ടാ. മനസ്സിലായി. എടാ, കുറേ വർഷമായി ഒരു സിനിമ എടുക്കാൻ വേണ്ടി ഞാൻ നടക്കുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരുവിധം എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയി. നമ്മുടെ അൻവർക്കില്ലേ, അൻവർക്ക് എൻ്റെ അടുത്ത് തിരക്കഥ പറഞ്ഞ് കേൾപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങേർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പോൾ എനിക്കും അത്തരത്തിലുള്ള ഒരു കോംപ്ലക്സ് ഉണ്ടാവില്ല. ഞാനും ഒരു മനുഷ്യനല്ലേ. വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. ചേട്ടൻ പറഞ്ഞപ്പോൾ എന്തോപോലെ. എടാ, അതൊക്കെ വർക്കിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളത്. അതിൻ്റെ ഫ്ലോയിലങ്ങ് എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. എങ്കിലും സോറി പറയാന്നുള്ള എൻ്റെ മര്യാദ ആയതുകൊണ്ട് സോറി. അതൊന്നും കുഴപ്പമില്ല. ചേട്ടൻ അന്നോർത്ത് വിഷമിക്കണ്ട. ചേട്ടൻ്റെ പടം ഉടനെ നടക്കും.
അങ്ങനെ നടക്കുകയാണെങ്കിൽ നീ എൻ്റെ ചീഫ് പോരെ? അത് വേണം. ചേട്ടനോട് സംസാരിക്കാത്തതുകൊണ്ട് ആകെ എന്തോലായിരുന്നു. വെറുതെ നെഗറ്റീവൊക്കെ അടിച്ച് മുന്നിൽ കിട്ടി എല്ലാവരും ചീത്തയും പറഞ്ഞു. ആരെ ചീത്ത പറഞ്ഞു നീ? ആ നിഷാദിനിട്ടൊക്കെ കുറെ കൊടുത്ത്. നിഷാദല്ലേ, അവനത് വേണം. കഫേയില് അയ്യോ പ്രീതി ചേച്ചി, അത് ഞാനിപ്പോ വരാവേ. ആ എടാ, ഞാൻ ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ പോവേ. ആ അപ്പൊ ഡബിങ്ങിനാണോ? ആ ഓക്കെ. ഇന്നെങ്ങാനും തുടങ്ങോ? നീ എന്തിനാണ് എൻ്റെ വായിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പം എൻ്റെ കോൺസെൻട്രേഷൻ പോവില്ലേ? എടാ നീ ജാട ഉറക്കടാ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. വേണ്ട, ഞാൻ ഒറ്റ കുടിച്ചോളൂ. ദാ, ഈ മഴക്കാലത്തിന് മുമ്പ് തീരുമോ? അല്ല, DIG വേണമെങ്കിൽ കൈകൊണ്ട് കഴിച്ചോളൂ കേട്ടോ. രാവിലെ എന്നെ കളിയാക്കേണ്ട വാശിക്ക് ഞാൻ തിരിച്ചൊരു മണി തന്നു. ഭക്ഷണമൊക്കെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കട്ടെ. അല്ല പിന്നെ നോ ദിവ്യ, കാര്യം ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ അഭിമാനിയാണ്. അഭിമാനമായിട്ടൊരു കളിയില്ല അവന്. ഇനി എത്ര രാത്രി ആയാലും ഈ ചോപ്സ്റ്റിക്ക് വെച്ച് മുഴുവൻ ഭക്ഷണം കഴിച്ചു തീർത്തിട്ട് അവനോട് എഴുന്നേക്കുള്ളൂ. ഇല്ലടാ, ഞാൻ അഭിമാനാണോ? ഞാൻ അഭിമാനായിരിക്കും. അഭിമാനാണ്. ആ അഭിമാനം വിട്ടൊരു കളിയില്ലേ? ഞാൻ പോയിട്ട് സിനിമ കാണട്ടെ. ഏത് പടം? അപ്പൊ ചക്തയാണ് കണ്ടോണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മെമ്മറീസ് കാണണം. മെമ്മറീസ്? പൃഥ്വിരാജിന്റെ മെമ്മറീസാ? ആ അത് ഭയങ്കര സസ്പെൻസ് ആ ആണ്. ഞാൻ കണ്ടോണ സിനിമ. എടാ അതില് ഒന്നുമില്ല കളി, അന്ന് പോയിക്കോ. ദിവ്യ വാ, ഓക്കെ, വാ. നമുക്ക് ചക്തയാണ് മെമ്മറീസ് Carry on, ചെല്ലു, ചെല്ലു. ദാടാ. പശ കിട്ടുമോ? ഇതിന്റെ മൂലയിൽ ഒന്നെങ്കിലും പറ്റിക്കോട്ടെ. ദാ, അവരൊക്കെ പോയില്ലേ, നീ വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ. വേണ്ട, DIGക്ക് അഭിമാനമാണ് വരുന്നത്. എന്നാലേ നീ ഇവിടെ പട്ടിണി കിടന്ന് ചത്തോട്ടാ. ഞാൻ പോയി കുറച്ച് ഇറങ്ങട്ടെ. ഹാപ്പി ചോപ്സ്റ്റിക് ഡേ. ചേച്ചി, ചേച്ചി. ആ, സാറിന് എന്താ കഴിക്കാൻ വേണ്ടത്? അച്ഛോ വഴക്കാണോ? എന്നെ ചേച്ചിന്നൊന്നും ആരും വിളിക്കണ്ട. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ലല്ലോ. ചേച്ചി ഞാനെന്താ പറയുന്ന വെച്ചാലേ. എക്സ്ക്യൂസ് മീ. ആ ദേവന്, പണിയാണ്. ചേച്ചി, എക്സ്ക്യൂസ് മീ, റെഡിയായി? താങ്ക് യു. അതെ ഒരു മിനിറ്റ്, ഒന്ന് എനിക്കൊന്ന് നീട്ടി പിടിച്ച് സോറി പറയാനുണ്ട്. എന്നോടാരും സോറി ഒന്നും പറയണ്ട. എന്നോടാരും സോറി ഒന്നും പറയണ്ട. പക്ഷെ അങ്ങനെ പറയല എൻ്റെ പ്രീതിക്കുട്ടി. ഭാവിക്ക് പശ്ചാത്തപിക്കാൻ ഒരു അവസരം എന്താ? എന്നാലും നീ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ എന്തോരം വിഷമായിന്നറിയോ? എൻ്റെ പ്രീ ചേച്ചി, ഞാൻ ആകെ ഒരു കിളിപോയ അവസ്ഥയിലായി പോയി. ഇത് എന്നെ ഇനുമ്പ് എപ്പോഴെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ സമയത്ത് കുറച്ച് ടെൻഷനായി പോയി. പക്ഷെ ഇപ്പൊ എല്ലാം ഓക്കെയാണ്. പിന്നെ എന്നാലും നീ എന്നെ നിങ്ങളെന്നൊക്കെ വിളിച്ചപ്പോ എനിക്ക് എന്തോരം വിഷമായിന്നറിയോ? ഏതാണ്ട് അന്യരോട് സംസാരിക്കണ പോലെയായിരുന്നു. പിന്നെ നീ അപ്പൊ കാശൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടിട്ട് അങ്ങ് പോയത്. നീയൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണേന് ഞാൻ എപ്പോഴെങ്കിലും നിന്നോടൊക്കെ പൈസ ചോദിച്ചിട്ടുണ്ടാടാ? അതെ, ഇനിയിപ്പോ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കല്ലേ. സാരില്ല, ഇനിയിപ്പോ എല്ലാം പോട്ടെ, എന്ത് ചെയ്യാനാ. എന്നൊരു പണി, വിഷമം വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കരണ കുറ്റിക്കോ, എന്നെ തല്ലിക്കോ, സാറില്ല. തല്ലി ഞാൻ അങ്ങനല്ലേ ഞാൻ ഉദ്ദേശിച്ചത്, തലല്ലേ. അടി കിട്ടിയ നല്ല വേദനയാണെന്ന് ജോസഫേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എടാടാ വേണ്ട. അതെ, എവിടെ നമ്മുടെ സന്ദീപ് പോകാൻ? അവനെ വിളിക്കും, എനിക്ക് അവനോടും പറയണം സോറി. അവനോട് സോറി പറയണേക്കെ കൊള്ളാം. എന്നാലും കരണക്കുറ്റിക്ക് അടിച്ചോന്നൊക്കെ പറഞ്ഞ അവൻ ചിലപ്പോ വെച്ചങ്ങ് തരും. എന്താ പ്രീ ചേച്ചി, ആ രണ്ടാമത്തെ ടേബിളിൽ അടുത്ത് മിണ്ടാണ്ടിരിക്കാൻ പറയട്ടാ. കുറെ നേരെ അവൻ എന്റെ ഇത് മേടിക്കവൻ. ഇവിടെ കുറച്ച് സോസ് ഞാൻ ഇന്ന് കൊടുക്കാവന്. നീ നിക്ക്, ഞാൻ കൊടുക്കാം. സന്ദീപേ, എന്താ അവനെ ചേട്ടാ, ഇതില് കഴിക്കാൻ വേണോ? ഒന്നും വേണ്ട. എന്തിനും വേണമെങ്കിൽ നേരത്തെ പറയണം, ലാസ്റ്റ് കിട്ടാൻ ലേറ്റ് ആവും. ഞാൻ പോട്ടെ. നിന്ന് പോയിക്കോ.
ലക്കി ഞാൻ കഴിച്ചടാ അവൾ ഉറങ്ങിക്കോളും. ലക്കി ഇവിടെ ആരും ഇല്ലടാ. എഴുന്നേക്കടാ സാമ, വന്ന് നോക്കടാ. നീ ഒന്ന് പോയാൽ എനിക്ക് ഉറക്കം വരണം. നീ ഇതൊന്ന് വന്ന് കാണ്. പോടാ വന്ന് നോക്കടാ. പോടാ. നീ വരണ്ടാ. നാളെ രാവിലെ തെളിവും ചോദിച്ചോണ്ട് വരരുത്. അല്ലെ നീ വന്നോ, എൻ്റെ കയ്യിലേ ഫോണുണ്ട്, ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു കേട്ടാ. തീർത്തായി ഇവനെന്ത് പിരാനയാ.